നമസ്കാരം. അപ്പോൾ നമ്മുടെ വണ്ടി ഫോർഡ് ആസ്പയർ ആണ്, 2016 മോഡൽ ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന് പൊതുവേ അങ്ങനെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിപ്പോൾ 7 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ 7 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ അടുത്ത് വന്ന ഒരു ഇഷ്യൂ ആണിത്. ഒരു 5-6 മാസമായി തോന്നുന്നു ഇതിപ്പോൾ വന്നിട്ട്. നമ്മുടെ മ്യൂസിക് സിസ്റ്റം തന്നെ ഓണാവില്ല. ഈ വീഡിയോ കാണുന്ന പോലെ ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി പ്രസ് ചെയ്ത് വേണം ഓണാക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് അനുസരിച്ച് നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഓണാവണം. എന്നിട്ട് നമ്മൾ വണ്ടി ഓഫാക്കുമ്പോൾ സ്റ്റിൽ അത് പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോറ് തുറക്കുമ്പോഴാണ് അത് ഓഫാവുക, പവർ കട്ടാവുന്നത്. അപ്പോൾ അത്ര നേരം ആ ആക്സസറി അത് അതിൻ്റെ ബാക്കിലുള്ള ഒരു ചാർജിങ് പോർട്ടുണ്ട്, അതിലേക്കുള്ള ചാർജ് അതെല്ലാം അങ്ങനെയാണ് വർക്ക് ആവണേ. ഈ ഡോറ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഓഫ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും വന്ന് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ സംഗതി ഓണാവും. കീ ഓണാക്കി കഴിയുമ്പം കീ ഓണാക്കണമെന്നില്ല, കീ മറ്റേ ആക്സസറി മോഡിൽ ഇടുമ്പോൾ തന്നെ പാട്ട് വരും, സംഗതി ഓണാവും. അതങ്ങനെ തന്നെ നടക്കും. ഇപ്പോൾ കുറേ നാളായിട്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എല്ലാ തവണയും സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ പോയി മാനുവലി ഓണാക്കണം. മാനുവലി ഓണാക്കിയാലും അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഓഫായി പോകും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലോങ് പോയപ്പോൾ നോക്കി, അപ്പോൾ മനസ്സിലായത് കൊണ്ട് 1 മണിക്കൂർ കൃത്യം പ്ലേ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഓഫായി പോകും. ഏകദേശം 1 മണിക്കൂർ ആ ഗ്യാപ്പ് കഴിയുമ്പോൾ ഒരു കോള് വന്ന് കട്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഓഫായി പോകും. നമ്മൾ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് കോൾ എടുത്തിട്ട് അത് കട്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഈ സ്പീക്കർ സിസ്റ്റം സ്റ്റീരിയോ ഓഫായി പോകും. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ സർവീസ് സെൻറ്ററിൽ കാണിച്ചായിരുന്നു. അപ്പം മലയാളം ഫോർഡിലാണ് ഞാൻ കാണിച്ചത്. അവിടെ ആദ്യം തൊടുപുഴ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ബോഡി ഷോപ്പില്ല, അപ്പോൾ അവർക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അവരുടെ വേങ്ങൂര്, അങ്കമാലി അവിടെയുള്ള അവരുടെ തന്നെ സ്ഥാപനത്തിൽ കൊണ്ടേ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരും കുറേ നേരം നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഈ സ്റ്റീരിയോ മാറി വെച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഫ്യൂസിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ BCM ബോഡി കൺട്രോൾ കണ്ട് മാറ്റി ചെക്ക് ചെയ്യണമെന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അത്രയും പിന്നെ എനിക്ക് അത്രയും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാനിങ്ങ് പോന്നു, അത്രയും ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ നടന്നില്ല. ഇനിയിപ്പം ഇവിടെ അടുത്ത ദിവസം സർവീസിന് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊടുത്തു നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ, എന്തെങ്കിലും സൊല്യൂഷൻ അതിനെന്താണെന്നുള്ളത് പറയുവാണെങ്കിൽ ഉപകാരമായിരുന്നു. ഇത് ചെറിയൊരു സംഗതിയാണ്, പക്ഷേ ഒരു അസൗകര്യമാണ്, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. എല്ലാ തവണയും നമ്മൾ പോയി തന്നെ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഗതി ഓണാവുന്ന പാട്ട് വരുന്നു, വല്ല റേഡിയോ എന്തെങ്കിലും ഓണായി അവിടെ വന്നോളും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ള സാധനങ്ങൾ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.